ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിർ റസൂലീൻ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിൽ ഫായിസീൻ അമ്മാ ബഅദ്. ആദരണീയരായ നമ്മുടെ ആത്മീയ അവലംബനങ്ങളായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, നല്ലവരായ മുഅ്മിനീങ്ങളെ, എനിക്കൊരു 5 മിനിറ്റ് മാത്രമാണ് സമയം തന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഈ പാണമുങ്കുറ നാട്ടിലേക്ക് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടുകാർ വളരെ സൗഭാഗ്യന്മാരാണ്. 2 സൗഭാഗ്യം ഞാനിവിടെ നിങ്ങൾക്ക് കാണുന്നു. അത് വളരെയേറെ സൗഭാഗ്യമാണ്. ഒന്നാമതായിട്ടുള്ളത്, ഇവിടെ ഈ നാട്ടിൽ ചുറ്റുഭാഗത്തും സ്പീക്കറുള്ള പള്ളിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം അല്ലാഹു തആല കനിഞ്ഞേൽകിയ ഒരു മഹത്തായ സൗഭാഗ്യമാണ് പരമ്പരാഗതമായി വന്ന ഈ സ്പീക്കറില്ലാതെ നടക്കുന്ന ഈ ഖുതുബയും ജുമയും. ഇത് വളരെ സൗഭാഗ്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, എത്രയോ പണ്ഡിതന്മാർ, നിസ്വാർത്ഥമായ നല്ല നല്ല അല്ലാഹുവിൻ്റെ ഭക്തിയുള്ള ആലിമായിട്ടുള്ളവർ ഒരു ജുമാ വെള്ളിയാഴ്ച ദിവസം കഷ്ടപ്പെടുന്നത് നോക്കുമ്പോൾ, അവർ എത്രയോ ദൂരെ അകലെ പോയി ഒരു ശരിയായ ജുമാ നിർവഹിക്കാൻ വേണ്ടി അവർ ദൂര നാട്ടിലേക്ക് പോകുന്ന അവസ്ഥ വരും. അതേ സമയത്ത് അല്ലാഹു ഞങ്ങൾക്ക് സൗഭാഗ്യമായി തന്ന ഈ സ്പീക്കറില്ലാതെ ശരിയായ ആ ഖുത്ബ നിർവഹിക്കുന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. പല ആളും ഞങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ടാകാം. എന്ത്, നമ്മൾ ഈ പള്ളിയിൽ വന്നാൽ ഖുതുബ കേൾക്കുന്നില്ല, നിസ്കാരം കേൾക്കുന്നില്ല, എന്ത് ജുമാ, എന്ത് നിസ്കാരാന്ന് പറയുന്നവരുണ്ടാകാം. അങ്ങനെ പറയുന്നില്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാകാം. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സ്നേഹിതന്മാരായ നാട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചു പോകരുത്. കാരണം എന്തെന്നാൽ അതിൽ വളരെ അപകടകരമായ ഒരു വിഷമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി നോക്കൊരു ഈ സ്പീക്കർ ചെല്ല സാധനം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഇത് വന്നിട്ട് എത്ര കാലമായി? ഈ സാധനം വന്നിട്ട് തന്നെ 100 വർഷമായിട്ടുള്ളൂ. ഇത് പള്ളിയിൽ വെക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 50 വർഷമായിട്ടുള്ളൂ. 1967 ഇവിടെ ഇത് പ്രശ്നമാകുന്ന സമയത്ത് ഇവിടെ ഒരു പള്ളിയിലും എന്തില്ല, സ്പീക്കറില്ല. ആരംഭ ഭൂമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വദായിൽ 1,00,000 സ്വഹാബത്തുണ്ടായിരുന്നു. അന്ന് ഖുതുബ നിർവഹിച്ചിട്ടില്ലേ, നിസ്കരിച്ചിട്ടില്ലേ, അവർ കേട്ടിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ? അന്നു മുതൽ ലക്ഷക്കണക്കിൽ കൂടുന്ന സ്ഥലമല്ലേ മക്കയും മദീനയും. അവിടെ ആരെങ്കിലും സ്പീക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം അവർ ഖുതുബ ഓതിയിട്ടില്ലേ, നിർവഹിച്ചിട്ടില്ലേ, നിസ്കാരം നിർവഹിച്ചിട്ടില്ലേ? അന്നു മുതൽ 1300 വർഷക്കാലം വന്ന മുസ്ലിം സമുദായം നിർവഹിച്ച ഈ നിസ്കാരവും ഖുതുബയും, ഇതിനെ ഞങ്ങൾ ചെറുതാക്കുകയാണോ? ഇത് ഞങ്ങൾ കൊച്ചായി കാണുകയാണോ? നിസ്സാരപ്പെടുത്തുകയാണ്? ഒരിക്കലും ഞങ്ങളെ ചിന്ത വന്നുകൂടുക. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചൊന്നു, വലാന ആഖിറു ഹാദിൽ ഉമ്മത്തി അവലഹ, ഈ സമുദായത്തിൽ അവസാനത്തിൽ വരുന്നവർ മുൻഗാമികളെ കുറ്റപ്പെടുത്തുകയും അവരെ നിസ്സാരമായി കാണുകയും അവരെ ചോദ്യം ചെയ്യുന്ന ആളുകാർ വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിലെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചൊന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് അല്ലാഹു തന്ന ഒരു സൗഭാഗ്യമാണ് ഈ പാണമംഗളൂർക്കൊക്കെ തന്ന സൗഭാഗ്യമാണ്. ഒന്ന്. രണ്ടാമത് സൗഭാഗ്യ ചോദ്യം കണ്ടെങ്കിൽ, ഞങ്ങളിവിടെ നേതാക്കന്മാർ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട, ആരെ എന്ത് ചൊല്ലണ്ട. ഞങ്ങളെ ആലിമ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരാണ് നമ്മുടെ ഖുദ്വത്തുൽ മുഹഖിഖ് താജുൽ ഉലമ വണ്ടൂർ വഫാത്തായ മഹാൻ? അവർ വലിയ ആലിമായിരുന്നു, ആലിമീങ്ങൾക്ക് ആലിമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അവർ ഉഖ്റവിയായ ആലിമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കണ്ണിയത്തോട് പറഞ്ഞു അവർ ഉഖ്റവിയായ ആലിമായിരുന്നു. അന്നത്തെ സൂഫിയാക്കന്മാരും ഔലിയാക്കന്മാരുമായിട്ടുള്ളവരും മഹാനരെ പോയി കണ്ടിരുന്നു. ഇത്രയും വലിയൊരു മഹാൻ നമ്മുടെ നാട്ടിൽ വരിക,
നമ്മെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സൗഭാഗ്യം എത്ര വലിയ സൗഭാഗ്യമാണ്. നാം അങ്ങോട്ട് അവരെ സ്നേഹിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ മൗലാനവറുകൾ. ആരാണ് നമ്മുടെ മൗലാന? നജീബ് ഉസ്താദ്. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കേരളമാകെ ഒട്ടാകെ നോക്കുന്നത് ആരെയാണ്? നമ്മുടെ മൗലാന എന്ത് പറയുന്നു എന്താണ്? നോക്കൂ, ഖാദി വിവാദം മുതൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, ഏതെല്ലാം വിഷയങ്ങൾ വന്നു, എന്തെല്ലാം തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് വായിക്കുന്നവർക്കറിയാം. ആ കാലഘട്ടത്തിൽ അതിനെല്ലാം പരിഹാരമായി നിൽക്കുന്നത് നമ്മുടെ മൗലാനവറുകളാണ്. അങ്ങനെയുള്ളവരും ആ മഹാപണ്ഡിതന്മാരും അവരുടെ ശിഷ്യഗണങ്ങളായ വലിയ വലിയ കൂടെ ഉള്ളവരെല്ലാം വലിയ തൊപ്പി വെച്ചിട്ട് നോക്കണ്ട, അവർ വലിയ 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 ആലിമ്യങ്ങളാണ്, സാധാത്യങ്ങൾ. അങ്ങനത്തെവരുമായ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരിക, അവരെ നാം സ്നേഹിക്കുക, നാം അവരെ സ്നേഹിക്കുക എന്നുള്ള ഈ സ്നേഹം ചെറുതല്ല. അല്ലാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന ഈ സ്നേഹം ചെറുതല്ല. നാളെ മഹ്ശറ ലോകത്ത് അറസിന്റെ തണലിടുന്ന ആ വിഭാഗത്തിൽ അവർക്ക് പ്രത്യേകമായ സീറ്റ് ഒരുക്കുന്ന ആ വിഭാഗത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ഈ മഹാന്മാർ പോകുന്ന സ്വർഗത്തിൽ അവർ പിന്നിലായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തആല ഞങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.